ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു DNA ടെസ്റ്റിന് ഒരുങ്ങുകയാണ് കേട്ടോ. അതിനുള്ള കാരണം ശ്യാമ തന്നെയാണ്. ശ്യാമ വിഷ്ണുവിനെയും ശാലിനിയും ഒരുമിച്ച് ഒരു റൂമിൽ കിടത്തുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ. അങ്ങനെ വിഷ്ണുവും ശാലിനിയും കൂടി ഒരുമിച്ചൊരു റൂമിൽ കിടക്കുമ്പോൾ വിഷ്ണു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണുവിന് തോന്നണേ, ഈശ്വര, എൻ്റെ ശാലിനി എനിക്കരികിൽ കിടക്കുന്നപ്പോൾ ഇന്നലെ രാത്രി എന്തൊരു മനസ്സിനൊരു സമാധാനമായിരുന്നു. എന്നാൽ ശാലിനി വീട്ടിൽ വന്നത് മുതൽ മനസ്സിനൊരു പ്രത്യേക എനർജിയാണ്. എൻ്റെ ശാലിനി എൻ്റെ കൂടെ വേണം, എന്നേക്കുമായി അവൾ എൻ്റെ കൂടെ ഉണ്ടാവണം. കാർത്തികയും ഞാനുമായുള്ള ആ എഗ്രിമെൻറ്റ് തീർത്ത് അവളെ അവിടെ നിന്നും ഇവിടെ ഹർഷൻ വരുന്നത് വരെ അവളെ നിർത്തി അവിടെ സേഫാക്കി പിന്നീട് ഹർഷൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്നുള്ളൊരു തീരുമാനമെടുക്കണം. അതിന് ഏക മാർഗം എന്താണ് ഈശ്വര എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചിന്തിക്കണം കേട്ടോ. എൻ്റെ ശാലിനിയെ ഒരു നിരപരാധിയാണെന്ന് എൻ്റെ അമ്മക്ക് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ശാലിനിയുടെ കൂടെ മുന്നോട്ടുള്ള ജീവിതം തുടരാൻ കഴിയും. എൻ്റെ അമ്മ അവളെ വിശ്വസിക്കണം. അതിന് ഈശ്വര എന്താണ് എനിക്ക് മുന്നിലൊരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷ്ണു നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം വിഷ്ണുവിന് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അറിയാതെ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ തലയിൽ ഒരു ബുദ്ധി തോന്നുകയാണ്. എൻ്റെയും എൻ്റെ സത്യയുടെയും DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ റിപ്പോർട്ട് എന്താണോ അത് എൻ്റെ അമ്മയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുക. ശാലിനി പറഞ്ഞതുപോലെ എൻ്റെ മകളാണെങ്കിൽ അവൾ പ്രസവിച്ചതാണെന്ന് അവൾ ആവർത്തിച്ച് പറയുന്നു. എൻ്റെ ശാലിനി വഴിവഴിച്ച് പോവില്ല, എൻ്റെ ശാലിനി ഒരു തെറ്റ് ചെയ്യില്ല. അവൾ അത് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അവൾ പറയില്ല. എനിക്ക് സത്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവൾ പറയുന്നതാണ് എനിക്ക് നേര്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് മുന്നിൽ എനിക്ക് സത്യം തെളിയിക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ വലിയൊരു സന്തോഷം തന്നെ വിഷ്ണുവിൻ്റെ മുഖത്ത് വരികയാണ്. കാരണം ഇന്നേ വരെ തോന്നാത്ത ഒരു ഐഡിയ ആണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ശാലിനിക്ക് എന്നോടൊന്നും തുറന്നു പറയും വേണ്ട, എൻ്റെ അമ്മയ്ക്ക് മുന്നിൽ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സത്യയെ നിർത്തിക്കൊടുത്താൽ തീർച്ചയായും ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി എന്ന് വിഷ്ണു ചിന്തിക്കുന്നു കേട്ടോ. അപ്പോഴാണ് പപ്പി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പപ്പി വന്നിട്ട് പറയാണ്, വിഷ്ണു അച്ഛാ, വല്ലാതെ ബോറടിക്കുന്നു, എൻ്റെ ഫ്രണ്ടുമായി എനിക്ക് കളിക്കാൻ തോന്നുന്നു. അത് കേൾക്കുന്ന വിഷ്ണു പറയണേ, നിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് സത്യല്ലേ? ആ അതെ, സത്യമായി കളിക്കാൻ തോന്നുന്നു. അതിനെന്താ, നീ സ്കൂളിൽ പോകുമ്പോൾ അവളുമായി സംസാരിച്ചോ, അവളുമായി കളിച്ചോ, അല്ലെങ്കിൽ ഫോണിൽ ഇവിടെ സത്യമ്മ കാണാതെ വിളിച്ചോ, അമ്മ കാണാതെ വിളിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് സമ്മതിക്കില്ലല്ലോ. എൻ്റെ പോട്ടൻ വിഷ്ണു അച്ഛാ, എന്ത് ബുദ്ധിയില്ലാത്ത സംസാരമാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ വെക്കേഷനല്ലേ, അത് മറന്നോ എന്നിങ്ങനെ കുഞ്ഞ് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന വിഷ്ണു, അയ്യോ ഞാനത് മറന്നുപോയല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുന്നു കേട്ടോ. ഈ സമയം എനിക്ക് അവളുമായി കാണാൻ തോന്നുന്നു, എനിക്ക് അവളുമായി ഒന്ന് കളിക്കാൻ തോന്നുന്നു. ഞങ്ങൾ പരസ്പരം വേണ്ടിയിട്ട് എത്ര ദിവസമായെന്നറിയോ വിഷ്ണു വെച്ചാൽ, എനിക്ക് അവളെ കാണാൻ ഒരു വഴിയില്ലല്ലോ. അത് കേൾക്കുന്ന വിഷ്ണു പറയാം, അതിനെന്താ, നീ അവളുടെ വീട്ടിലോട്ട് പോ. അയ്യോ, സത്യാമ്മയോട് അക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മ ഇന്ന് എന്നെ ഇവിടെ എടുത്ത് എൻ്റെ തൊട പൊട്ടിക്കും. അതിന് നിൽക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കണം, എനിക്കൊരു വഴിയുമില്ല എന്നൊക്കെ കുഞ്ഞിങ്ങനെ സങ്കടം പറയുമ്പോൾ വിഷ്ണു പറയണ, ആര് പറഞ്ഞു നിനക്ക് വഴിയില്ലെന്ന്? അതിനൊരു വഴിയുണ്ട്, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോ? വിഷ്ണുച്ചൻ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും എന്ന് കുഞ്ഞ് പറയാൻ കേട്ടോ. ഉടൻ തന്നെ പറയണേ, എങ്കിൽ നീ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് 2 പേർക്കും പുറത്തു പോവാമെന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന പപ്പി പറയണ, ശരി വിഷ്ണുവച്ച എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും അവിടെ നിന്ന് പുറത്ത് ഇറങ്ങണം കേട്ടോ. എന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം പപ്പിയുടെ കൈകളിൽ ഫോണ് കൊടുത്തിട്ട്, ഇനി നീ നിൻ്റെ കൂട്ടുകാരിക്ക് വിളിക്കുക, സത്യക്ക്, അവളോടും പുറത്ത് വരാൻ വേണ്ടി പറ, അവളെയും കൊണ്ട് നമുക്ക് പുറത്തോട്ട് പോവാം എന്ന് പറയാനിട്ടാ. അങ്ങനെ പപ്പി ഈ പറയുന്നത് പോലെ പപ്പിയെയും വിഷ്ണു കൂട്ടുന്നു. അങ്ങനെ 2 പേരും കൂടിയിട്ട് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഇവർ 2 പേരും പാർക്കിലോട്ടാണ് കൊണ്ടുപോകുന്നത്. വിഷ്ണുവിൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും DNA ടെസ്റ്റ് നടത്തണമെന്ന ആ ലക്ഷ്യമാണല്ലോ. അങ്ങനെ ഇങ്ങനെ പപ്പിയും സത്യയും കൂടിയിട്ട് ഇങ്ങനെ പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് വിഷ്ണു ഐസ്ക്രീമുമായി വരികയാണ് കേട്ടോ. ഇന്ന് കഴിക്ക് മക്കളെ എന്ന് പറഞ്ഞിട്ട് 2 മക്കളുടെ കയ്യിലും കൊടുക്കുമ്പോൾ പപ്പിക്ക് വളരെ സങ്കടം തോന്നണം കേട്ടോ. പപ്പി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, സത്യ, നിൻ്റെ സ്വന്തം അച്ഛനാണ് എൻ്റെ വിഷ്ണു അച്ഛൻ. പക്ഷേ ഞാൻ എങ്ങനെ നിന്നോട് ഇത് പറയും? നിൻ്റെ അമ്മയ്ക്ക് ഞാൻ സത്യം ചെയ്തത് കൊണ്ട് തന്നെ എനിക്കിത് നിന്നോട് പറയാൻ കഴിയുന്നില്ലല്ലോ. നിൻ്റെ അച്ഛൻ്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. നീ നിൻ്റെ അച്ഛനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? നീ ഞങ്ങളെ വീട്ടിലെ കുഞ്ഞാണ്, ഞാനും നീയും സഹോദരികളാണ് എന്നൊക്കെ ഇങ്ങനെ പപ്പി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പിക്ക് ഈ ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നില്ല. കാരണം സത്യയെ കാണുമ്പോൾ താൻ വലിയൊരു സത്യം തന്നെയാണല്ലോ സത്യയുടെ മുന്നിൽ മറച്ചു വെച്ചിരിക്കുന്നത്. സ്വന്തം അച്ഛൻ തൊട്ടരികിലുണ്ടായിട്ടും ഞാൻ പപ്പിയുടെ സഹോദരിയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ സത്യങ്ങൾ തുറന്ന് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ പപ്പിക്കുള്ളിൽ വരികയാണ് കേട്ടോ.
അങ്ങനെ പപ്പി വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ആണെങ്കിലോ ഈശ്വര ഈ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഒന്ന് എനിക്ക് DNA ടെസ്റ്റിന് കൊടുക്കാൻ കിട്ടണമല്ലോ, സാമ്പിളായി എന്തായാലും ഈ കുട്ടിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത് ഈ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീനാവും, ശാലിനി പോലും അറിയാതെ ഇത് ചെവി അറിയാതെ എന്താണ് അതിനൊരു വഴി എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നു കേട്ടോ. അപ്പോഴാണ് കുഞ്ഞിൻ്റെ മുടിയൊക്കെ ആകെ പാറിപ്പറക്കുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ വിഷ്ണു പറയണ സത്യ നീ എന്താ മുടിയൊക്കെ ഇങ്ങനെ ആകെ കേടുവന്നിരിക്കുന്നത്, എന്താ മുടി കെട്ടിയത് ശരിയായില്ലേ? ഇല്ല, ഞാൻ വണ്ടിയിലൊന്ന് ചെറുതായി കിടന്നത് കൊണ്ടും പിന്നെ എനിക്ക് പെട്ടെന്നുള്ള വിളിയായിരുന്നല്ലോ പപ്പിയുടേത്, അതുകൊണ്ട് കാര്യമായി മുടി കെട്ടിയില്ല എന്ന് പറയാം കേട്ടോ. അതിനെന്താ മോൾക്ക് ഞാൻ മുടി കെട്ടിത്തരാം എന്ന് പറഞ്ഞ് വിഷ്ണു തൻ്റെ കയ്യിലുള്ള ചേർപ്പെടുത്ത് അതൊക്കെ തയ്യാറാക്കി തന്നെയാണ് വിഷ്ണു വന്നിരിക്കുന്നത്. അങ്ങനെ വിഷ്ണു ചേർപ്പെടുത്ത് കുഞ്ഞിൻ്റെ മുടി ഇങ്ങനെ വിഷ്ണു തന്നെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ പപ്പി ഇങ്ങനെ മനസ്സുകൊണ്ട് കരയാണ് കേട്ടോ. സത്യ, നിൻ്റെ അച്ഛനാണ് നിൻ്റെ തലമുടി ഈരുന്നത്, നിൻ്റെ അച്ഛനാണ് നിനക്ക് ഈ ഐസ്ക്രീം മേടിച്ച് തന്നത്, എന്നാൽ നിന്നോട് എനിക്കത് പറയാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ പപ്പി വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചും കൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ സമയം വിഷ്ണു ആണെങ്കിൽ മോളെ ഞാൻ എനിക്ക് ഈ മുടി ചീകുന്നത്, നീ എൻ്റെ വീട്ടിലെ കുഞ്ഞാണ്, എൻ്റെ മോളാണെങ്കിൽ നിൻ്റെ അമ്മ ഇന്നേ വരെ കള്ളം പറയില്ല, അതുകൊണ്ട് തന്നെ നീ എൻ്റെ മോളാണെങ്കിൽ എൻ്റെ കൂടെയാണ് നീ ജീവിക്കേണ്ടത്, അതുകൊണ്ട് എൻ്റെ മോള് എൻ്റെ മകളാണെന്ന് എൻ്റെ അമ്മക്ക് മുന്നിൽ എനിക്ക് തെളിയിക്കണം, എങ്കിൽ മാത്രമാണ് എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞിൻ്റെ മുടിയൊക്കെ ഇരൽ കഴിഞ്ഞതിന് ശേഷം ചീർപ്പിലോട്ട് നോക്കുമ്പോൾ അപ്പോൾ കാണുന്ന കാഴ്ച അതിൽ നിറച്ച് മുടികളായിരിക്കട്ടോ. ഇത് കാണുന്ന വിഷ്ണുവിന് വാക്കുകളില്ല, അത്രയും വലിയ സന്തോഷം വിഷ്ണുവിൻ്റെ മുഖത്ത് വരികയാണ്. കാരണം താൻ പ്രതീക്ഷിച്ചത് തന്നെ തന്നിൽ കെട്ടിയിരിക്കുന്നു, ആ ഒരു സന്തോഷം വിഷ്ണുവിൻ്റെ മനസ്സിൽ വരുന്നു കേട്ടോ. പിന്നീട് വിഷ്ണു ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ മക്കളോട് പറയണേ, മക്കളെ നമുക്കിനി പോവല്ലേ, വേറെ സ്ഥലത്തോട്ട് പോവാം, പാർക്കിലെ കളി കഴിഞ്ഞില്ലേ, ഇനി വേറെ സ്ഥലത്തോട്ട് പോവാം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വിഷ്ണു പറയാം അതൊക്കെ ഉണ്ട്, ഞാനൊരു സ്ഥലം വരെ കൊണ്ടുപോവാം വാ എന്ന് പറയട്ടോ. ഈ സമയം കുഞ്ഞുങ്ങളോട് വിഷ്ണു പറയുന്നുണ്ട് എനിക്കൊന്ന് ഡോക്ടറെ കാണണം, ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്ക് പോവാം, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ കയറണം എന്ന് പറയാനായിട്ടാ. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുക ഹോസ്പിറ്റലോ? ആ ഹോസ്പിറ്റലിൽ കയറണം എന്ന് പറയണേ. അപ്പോൾ ഞങ്ങളും കൂടെ വരട്ടെയോ എന്നിങ്ങനെ പപ്പിയും സത്യയും കൂടി ഒരുമിച്ച് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും കാറിൽ ഇരുന്നാൽ മതി, 2 പേർക്കും ഞാൻ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റും അങ്ങ് കൊടുക്കണം കേട്ടോ. ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ തൻ്റെ കൂട്ടുകാരൻ്റെ അരികിലോട്ട് ചെല്ലാണ്. എന്നിട്ട് വിഷ്ണു പറയാണ് എടാ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യുമോ? എന്ത് ഹെൽപ്പാണ് വേണ്ടത് ആശാനെ എന്ന് പറഞ്ഞു ഉടനെ അതെ എനിക്ക് എൻ്റെയും പിന്നെ ഒരാളുടെയും DNA ടെസ്റ്റാണ് ചെയ്യേണ്ടത്, അതാണോ ഇത്ര വലിയ കാര്യം, അത് ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് അയാൾ പറയണിട്ട്. അപ്പോൾ ഉടൻ തന്നെ ആ DNA ടെസ്റ്റ് നീ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അയാൾ പറയണേ അതിനെന്താ വരൂ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ മുടിയുടെ സാമ്പിളും അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ബ്ലഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് രണ്ടും ചെയ്ത് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് അയാളോട് എന്നാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഞാൻ വിളിക്കാം എന്ന് പറയട്ടോ. അപ്പോഴാണ് ആ വഴി സുസ്മിത നിൽക്കുന്നത് കേട്ടോ. ഇവിടെ സുസ്മിതയാണോ മധുഷയാണോ എന്ന് എനിക്കറിയില്ല, റീമേക്ക് സുസ്മിതയാണ്. അങ്ങനെ സുസ്മിത ഈ ഒരു ഭാഗം എന്താ ഇയാൾ ഇവിടെ വന്നിരിക്കുന്ന ഹോസ്പിറ്റൽ എന്താ എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ഇത് DNA ടെസ്റ്റിനാണ് വന്നിരിക്കുന്നത് എന്ന് സുസ്മിതയ്ക്ക് അറിയില്ല. അപ്പോൾ തൻ്റെ കൂട്ടുകാരൻ എടാ എന്ന് എൻ്റെ ഭാര്യ പ്രസവിച്ചടാ ഇത് എടുക്കടാ എന്ന് പറഞ്ഞിട്ട് ആ ലഡു എടുത്തു കൊടുക്കുന്നുണ്ട്. ആഹാ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് എന്താ കുഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൺകുഞ്ഞാണെന്ന് പറയാനിട്ടാ. അപ്പോൾ അത് പറഞ്ഞിട്ട് എന്നാൽ ശരി നീ വിളിക്കുകയെന്ന് പറഞ്ഞ് അവിടെ നിന്നും അങ്ങ് ഇറങ്ങാനിട്ടാ. അപ്പോൾ എന്തായാലും വിഷ്ണു ഇനി DNA ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ കുഞ്ഞാണോ എന്നുള്ള സത്യം അറിയാൻ ആരും അറിയാതെ ചെവി അറിയാതെ ആ സത്യം മനസ്സിലാക്കി തൻ്റെ അമ്മയുടെ മുന്നിൽ ഇതാ എന്ന് പറഞ്ഞിട്ട് ആ DNA ടെസ്റ്റിൻ്റെ പേപ്പർ കൊടുക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ, എങ്കിലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.